ഹലോ കൂട്ടുകാരെ, എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് സെല്ലുകളുണ്ട്, അതായത് കോശങ്ങൾ. പഴയ സെല്ലുകൾ മരിക്കുകയും പുതിയ സെല്ലുകൾ വരികയും ചെയ്യുന്നത് സാധാരണമാണ്. പക്ഷേ ചിലപ്പോൾ ചില സെല്ലുകൾ നിയന്ത്രണം വിട്ട് അധികമായി വളരാൻ തുടങ്ങും. അതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ ഒരു ഭാഗത്ത് മാത്രം നിൽക്കാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ കണ്ടെത്തലുകൾ ആവശ്യമാണ്. ക്യാൻസറിൻ്റെ ചികിത്സ ക്യാൻസറിൻ്റെ ടൈപ്പ്, സ്റ്റേജ്, ബോഡിയിൽ എവിടെയാണുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത്. മെഡിക്കൽ ഓങ്കോളജിസ്റ്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും ചേർന്നാണ് ക്യാൻസറിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. കീമോയും ക്യാൻസർ മെഡിസിനും കൊടുക്കുന്ന ഡോക്ടറാണ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസർ റിമൂവ് ചെയ്യുന്ന ഡോക്ടറാണ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. സർജറി വഴി ക്യാൻസറുള്ള ഭാഗം റിമൂവ് ചെയ്യുക. കീമോതെറാപ്പി, ഇഞ്ചക്ഷൻ അഥവാ ടാബ്ലറ്റ് വഴി ക്യാൻസർ സെൽ നശിപ്പിക്കുന്നു. റേഡിയേഷൻ തെറാപ്പി, ഹൈ എനർജി റേസ് ഉപയോഗിച്ച് ക്യാൻസർ സെൽ കൊല്ലുക. ഇമ്മ്യൂണോതെറാപ്പി, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ടാർഗറ്റഡ് തെറാപ്പി, ക്യാൻസറിൻ്റെ സെല്ലിൻ്റെ സ്പെസിഫിക് ചേഞ്ചസ് ടാർഗറ്റ് ചെയ്യുന്ന മോഡേൺ ട്രീറ്റ്മെൻറ്റാണത്. ഹോർമോൺ തെറാപ്പി, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ് പോലുള്ള ചില ക്യാൻസറുകൾക്ക് ഹോർമോൺ കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ക്യാൻസർ സംശയമുണ്ടെങ്കിൽ പേടിച്ച് വീട്ടിലിരിക്കാതെ ശരിയായ ഡോക്ടറായ ഓങ്കോളജിസ്റ്റിനെ നേരത്തെ കാണിക്കുന്നത് ചികിത്സ എളുപ്പമാക്കും. ബ്ലഡ് ടെസ്റ്റ് വഴിയും CT, MRI, PET സ്കാൻ വഴിയും നമുക്ക് ക്യാൻസർ കണ്ടെത്താനും അതിൻ്റെ സ്പ്രെഡ് എവിടം വരെ ഉണ്ടെന്നറിയാനും സാധിക്കും. ബയോപ്സി, ക്യാൻസർ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ ടിഷ്യൂ എടുത്ത് പരിശോധിക്കുന്നു. എക്സ്റേ, മേമോ വഴി ബ്രസ്റ്റ് ക്യാൻസറും ലങ് ക്യാൻസറും കണ്ടെത്താം. എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി വഴി കുടൽ സംബന്ധമായ ക്യാൻസറോ വയർ സംബന്ധമായ ക്യാൻസറോ ഉണ്ടെന്നറിയാൻ ക്യാമറ യൂസ് ചെയ്ത് പരിശോധിക്കുന്ന രീതിയാണത്. സെൽഫ് എക്സാമിനേഷൻ ആവശ്യമാണ്. ശരീരത്തിൽ പുതിയതായുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഡോക്ടറെ കാണണം. മെൻ്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കുറയ്ക്കണം. ഹെൽത്തി ഫുഡ്, ശരിയായ ഉറക്കം ആവശ്യമാണ്. പുകവലി, മദ്യപാനം, വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണം, ചില വൈറസ് ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസർ വരാം. അസാധാരണമായി ഭാരം കുറയുക, ശരീരത്തിൽ കട്ട പോലെ തോന്നുക, നീണ്ടു നിൽക്കുന്ന ചുമ, ക്ഷീണം, മുറിവുകൾ ഭേദമാകാതിരിക്കുക, രക്തസ്രാവം, മലമൂത്രശീലത്തിലുള്ള മാറ്റം ഇവയെല്ലാം കണ്ടാൽ ഡോക്ടറെ കാണിക്കണം. ശരീരത്തിലെ മുഴകൾ സെൽഫ് എക്സാം ചെയ്യണം. ബ്രസ്റ്റ് സംബന്ധമായ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതും നോക്കണം. ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് HB നോർമലാണോ, WBC നോർമലാണോ എന്നൊക്കെ നോക്കണം. ശരിയായ ഭക്ഷണരീതിയും ശരിയായ ഉറക്കവും ആവശ്യമാണ്. ഒരു ദിവസം 30 മിനിറ്റെങ്കിലും നടക്കണം. ലളിതമായ എക്സസൈസും ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാം.